പെരുന്നാൾ നമ്മുടെ വീടിനും കുടുംബത്തിനും മക്കൾക്കൊക്കെ തൗസിഅത്തുൻ ഫിൽ അക്കൽ, വിശാലമായിട്ട് ഒന്ന് കൈയഴിഞ്ഞ് അവരെ സന്തോഷിപ്പിക്കേണ്ട ദിവസമാണെന്നാണ് പറയാം. അപ്പോൾ നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ വലിയ പെരുന്നാളിനാവുമ്പം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കല സുന്നത്ത്. റമദാൻ കഴിഞ്ഞാലുള്ള ചെറിയ പെരുന്നാളിന് ചെറിയൊരു ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോയി അല്ലെങ്കിൽ മുസല്ലയിൽ പോയി നിസ്കരിച്ച് വരില്ല സുന്നത്ത്. വലിയ പെരുന്നാളിനാണെങ്കിൽ എങ്ങനെയാണ്? നിസ്കാരം കഴിഞ്ഞിട്ടാണ്, ഉദ്ഹിയ്യത്തിൻ്റെ സമയവും നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതൊരു സുന്നത്താണ്. ഞാൻ നേരത്തെ വിശക്കുന്നവർ കഴിച്ചോളി, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സുന്നത്തുണ്ട്. പിന്നെ പോകുന്ന ഒരു റൂട്ടും തിരിച്ചു വരുന്നത് വേറെ റൂട്ട് രാവിലെ സുന്നത്തുണ്ട്. പള്ളിയിലേക്ക് പോകുമ്പോൾ, നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ, മുസല്ലയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു റൂട്ടിലൂടെ പോവുക, തിരിച്ചു വരുമ്പോൾ വേറെ റൂട്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ സൗകര്യം ഇങ്ങനെ ചെയ്യാം. വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുകയാണ്. നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലപിടിപ്പുള്ള വസ്ത്രം. അതുകൊണ്ട് വെള്ള തന്നെ ധരിക്കണമെന്ന് എന്തില്ല, പെരുന്നാളിന് നിസ്കാരത്തിന് പറയില്ല. ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം നിങ്ങളുടെ ചില ബ്രാൻഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിട്ടോളി, അൽഹംദുലില്ലാ. അപ്പോൾ കുട്ടികൾക്കൊക്കെ സന്തോഷം, വീട്ടിലൊക്കെ വിളിക്കുക, ഫോൺ ചെയ്യുക, അവരോട് സംസാരിക്കുക, അവർക്ക് ഹദിയകളൊക്കെ അയച്ചു കൊടുക്കുക, സന്തോഷിപ്പിക്കുക. നല്ല യാത്രകളൊക്കെ പോയിക്കോളി, കാണാനുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ടോളൂ. ഇങ്ങനെയൊക്കെ നല്ല സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ്. കൂട്ടത്തിൽ നല്ല ദുആക്ക് ഉത്തരമുള്ള സമയം കൂടിയാണ്. അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസം കൂടെ പെരുന്നാളാണ്. അതായത് ദുൽഹിജ്ജ, 10 കഴിഞ്ഞാൽ 11, 12, 13 ദിവസങ്ങളടക്കം പെരുന്നാളിൻ്റെ നാളുകളാണ്. ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞ ദിവസങ്ങളാണ്. അതായത് അത് പെരുന്നാളാണ്, ഈദാണ്. അയ്യാമു ഈദിൻ അക്ലിൻ വ ശുർബിൻ എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലോക മുസ്ലിമീങ്ങൾക്കും ഈ വിശുദ്ധമായ പെരുന്നാൾ സന്തോഷത്തോടെ ആചരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ ദുആകൾക്ക് ഉൾപ്പെടുത്താൻ ഞാൻ